വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ KPCC നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ രംഗത്തെത്തി. തനിക്കെതിരെ ചില കേന്ദ്രങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നും വിജയസാധ്യത നഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു. എതിരാളികൾ മത്സരിച്ച് പണം ഇറക്കിയപ്പോൾ പാർട്ടി നേതൃത്വം പിരിച്ചെടുത്ത പണം നൽകിയില്ല. ഇക്കാര്യത്തിൽ പ്രചരണത്തിൽ താൻ പിന്നോക്കം പോയത് തനിക്കെതിരെ ചില കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചന ജയസാധ്യതയെ ബാധിച്ചു. പല പ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. പ്രവർത്തകരെല്ലാം പ്രചാരണ രംഗത്ത് നിന്നും മാറി നിന്നതായി ശ്രീകണ്ഠൻ KPCCക്ക് പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ആരും പ്രചരണ രംഗത്ത് ഇല്ലായിരുന്നു എന്നും നേതൃത്വം ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ശ്രീകണ്ഠൻ പരാതിപ്പെടുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിൽ അടികൂടൽ തുടങ്ങി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ VK ശ്രീകണ്ഠനിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പ്രചരണത്തിലും നേതാക്കളെല്ലാം ആദ്യം മാറി നിന്നു. പിന്നെ അത് വാർത്തയായതിനു ശേഷമാണ് എല്ലാവരും രംഗത്തെത്തി ശശി തരൂരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പ്രചരണ രംഗത്തുമൊക്കെ സജീവമായത്. തിരുവനന്തപുരമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടേയും കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അവിടെ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് C ദിവാകരനും BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴും ശശി തരൂരിന്റെ പ്രചരണങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ സജീവ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ നിറഞ്ഞു നിന്ന വാർത്തകളിൽ ശശി തരൂരിന് വേണ്ടി ഒരു മുതിർന്ന നേതാക്കളും രംഗത്തിറങ്ങുന്നില്ല, പ്രചരണത്തിന് അണികളില്ല, ശശി തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോഴൊക്കെ ദേശീയ നേതാക്കളെത്തി അതൊക്കെ തിരുത്തി ശശി തരൂരിന് കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ തന്നെ രംഗത്തെത്തുന്നു. തന്നെ പാർട്ടി തന്നെ കൈവിട്ടിരിക്കുന്നു. പാർട്ടി തന്നോടൊപ്പം നിൽക്കാത്തത് കൊണ്ട് തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. പാർട്ടി തന്നോടൊപ്പം നിൽക്കാത്തത് കൊണ്ട് തനിക്ക് വിജയസാധ്യത മങ്ങിപ്പോയി. ഇനിയും നിരവധി കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ വെളിപ്പെടുത്താൻ തന്റെ കയ്യിലുണ്ട്. അതൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം താൻ വിലയിരുത്താം. തനിക്ക് വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എതിരാളികൾ മത്സരിച്ച് പണമിറക്കിയപ്പോൾ പാർട്ടി പിരിച്ചെടുത്ത, അതായത് മറ്റുള്ള കക്ഷികൾ LDFും BJPയും ഒക്കെ മത്സരിച്ച് പണമിറക്കിയപ്പോൾ പാർട്ടി പിരിച്ചെടുത്ത പണം തന്നെ തനിക്ക് നൽകിയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി കോൺഗ്രസിനകത്തെ ഈ ചുരുളുകളും രഹസ്യങ്ങളും ഒക്കെ അഴിഞ്ഞു വരുമ്പോൾ പാർട്ടി ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.